നമുക്കിന്ന് എല്ലിൻകപ്പയുടെ റെസിപ്പി നോക്കിയാലോ. നമ്മളിന്ന് എല്ലിൻകപ്പ ഉണ്ടാക്കാൻ പോകുന്നത് വിറകടുപ്പിലാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് എല്ലിൻകപ്പയ്ക്ക് വേണ്ടിയുള്ള കറിയാണ്. അപ്പോൾ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഉരുളി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞ് കടുകിടുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് മുളക് പൊടി, മീറ്റ് മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റി കൊടുക്കാൻ. ഇപ്പോൾ ഇതാ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കാം. ഇതാണ് നമുക്ക് എല്ലിൻകപ്പ വെക്കാനുള്ള കറിയല്. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ഇതൊന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് എല്ലിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ എല്ലിൻകപ്പയ്ക്കുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ വേവിച്ചതിലേക്ക് നമ്മുടെ കറി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വരാം. അപ്പോൾ തന്നെ നമ്മുടെ എല്ലിൻകപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.